കുരിശിനെ ആശ്ലേഷിക്കുകയും ക്രൂശിതനായ ക്രിസ്തുവിൽ നിന്ന് കരുത്തും കൃപയും സ്വന്തമാക്കിയ നിരവധി വിശുദ്ധർ നമുക്ക് പ്രചോദനമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം ജൂബിലി ആഘോഷിക്കുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്വർഗസന്നിധിയിലേക്ക് കടന്നുപോയതിൻ്റെ ട്രാൻസിത്തൂസിന്റെ 800-ാം വാർഷികമാണ് ഈ വർഷം. അതേപോലെ തന്നെ സൃഷ്ടിയുടെ സ്തുതിഗീതം കാൻഡിക്കിൾ ഓഫ് ക്രിയേഷൻ അത് രചിച്ചിട്ടും 800 വർഷമായതുകൊണ്ട് ലിയോ 14 പാപ്പ ഈ ഒരു വർഷം ജൂബിലി വർഷമായി അസീസിയിലെ ഫ്രാൻസിസിന്റെ ആഘോഷത്തിൽ ആയിരിക്കുവാൻ, അതോടൊപ്പം തന്നെ ആ ജീവിതം വിചിന്തനം ചെയ്ത് പ്രചോദനമാകാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കൂടുതൽ പ്രചോദനമായത് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് പ്രചോദനമാകുവാൻ കാരണം സ്വാഭാവികമായും ഫ്രാൻസിസ് പാപ്പ കാർഡിനൽ ബെർഗോളിയോ തൻ്റെ ഔദ്യോഗിക നാമം ഫ്രാൻസിസിൻ്റേത് എടുത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ മനോഹരമായ ഒരു ചലച്ചിത്രം സെഫറെല്ലി സംവിധാനം ചെയ്ത ഫ്രatello sole sorella luna, അതായത് സഹോദരൻ സൂര്യൻ സഹോദരി ചന്ദ്രൻ, ആ സിനിമ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഹരമായി മാറി. അതോടൊപ്പം തന്നെ അനുഗ്രഹീതനായ നോവലിസ്റ്റ് നിക്കോസ് കസാന്തിസാക്കിസ് അദ്ദേഹത്തിൻ്റെ ഗോഡ്സ് പൗപ്പർ ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന ആ നോവൽ വളരെ പ്രത്യേകമായി ചിന്തിക്കുന്ന തലമുറയ്ക്ക്, വായിക്കുന്ന യുവജനങ്ങൾക്ക് ഏറെ ആ ജീവിതം അനുഗ്രഹമായി തോന്നി. ഡേവിഡ് കണ്ണിഹാമിൻ്റെ വിസ്തൃതമായ ഒരു ബയോഗ്രഫിയുണ്ട്, ജീവചരിത്രമുണ്ട് ഫ്രാൻസിസ് അസീസിയെ പറ്റി. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആ ജീവിതത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഇടവന്നു. വെറും 45 വർഷമാണ് ഈ ലോകത്തിൽ ഫ്രാൻസിസ് ജീവിച്ചത്. പക്ഷേ 800 വർഷങ്ങൾക്കു ശേഷവും അദ്ദേഹത്തിന്റെ ജീവിതവും ജീവിതത്തിലെ ചെയ്തികളും നിലപാടുകളുമെല്ലാം നമുക്ക് പ്രചോദനമായി തീരുന്നു. വളരെ പ്രത്യേകമായി ആ ജീവിതം നമ്മെ ഓർപ്പിക്കുക, അദ്ദേഹം ഈ സെഫറെല്ലിയുടെ ഫ്രatello sole sorella luna എന്നുള്ള ആ സിനിമയിൽ ഒരു ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട്. ഈ മനുഷ്യൻ പട്ടുവ്യാപാരിയായ ആ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉടുതുണി പോലും അഴിച്ചുവെച്ച് സർവസംഘ പരിത്യാഗിയായി ഇറങ്ങി വരുന്ന രംഗം. അങ്ങനെ ഈ ലോകത്തിലുള്ള ഒന്നും തനിക്ക് ആവശ്യമില്ല, സ്വർഗപിതാവിൻ്റെ പരിപാലന തന്നോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്നുള്ള ആ ഒരു ചിന്തയും ആ ജീവിതവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. പിന്നീട് ദാരിദ്ര്യത്തെ പുൽകി പരിപാലനയിൽ ജീവിച്ചു. ദൈവത്തിൻ്റെ ഒരു നിസ്വനായി, പാവപ്പെട്ടവനായി ജീവിച്ചു. അദ്ദേഹം സാൻ ഡാമിയാനോ ദേവാലയത്തിൽ ആ കുരിശിന്റെ മുൻപിൽ ഇങ്ങനെ പ്രാർത്ഥനാ നിരതനായി നിൽക്കുമ്പോഴാണ് ആ ക്രൂശിത രൂപം അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്നതുപോലെ ഒരു ദർശനമുണ്ടായത്. ഫ്രാൻസിസ് ബിൽഡ് മൈ ചേർച്ച് എന്നാണ് ആ ക്രൂശിത രൂപത്തിൽ നിന്ന് കിട്ടിയ സന്ദേശം. എൻ്റെ സഭയെ, എൻ്റെ ദേവാലയം പടുതുയർത്തുക. അങ്ങനെ ആ സാൻ ഡാമിയാനോ ദേവാലയത്തിലെ പൊട്ടിയ മതിലും ചുമരും മറ്റും അദ്ദേഹം റിപ്പയർ ചെയ്യാൻ തുടങ്ങി, പെയിന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഒരു കല്ലും മണ്ണും ഇഷ്ടികയും കുമ്മായവും കൊണ്ട് തീർത്ത ഈ ഒരു ദേവാലയത്തിന്റെ കെട്ടിടമല്ല സഭയെ പടുത്തുയർത്തുക, ബിൽഡ് മൈ ചേർച്ച് എന്നാണ് അദ്ദേഹത്തോട് ക്രൂശിത രൂപം ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് അസീസി നമുക്കിപ്പോഴും പ്രചോദനമായിട്ടുള്ളത് ഇതാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വിശ്വാസിയുടെയും ക്രൈസ്തവന്റെയും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് സഭയെ പടുത്തുയർത്തുക എന്നത്. അസീസിയിലെ ഫ്രാൻസിസ് ഇന്നും നമുക്ക് പ്രചോദനമായത് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിലും സങ്കടങ്ങളിലും രോഗങ്ങളിലും പ്രക്ഷുബ്ധമായ അവസ്ഥകളിലും ക്രൂശിതനായ ക്രിസ്തുവിനെ പുൽകുക, ആ ക്രിസ്തുവിനെ ആശ്ലേഷിക്കുക, അങ്ങനെ കുരിശിൽ നിന്നുള്ള
ശക്തി സ്വന്തമാക്കുക എന്നതാണ്. നാം പലപ്പോഴും കണ്ടിട്ടുള്ള അസീസിയിലെ ഫ്രാൻസിസിന്റെ ആ പ്രതിമ, അതായത് ഒരു ഭൂഗോളത്തിൽ പദമൂന്നിക്കൊണ്ട് അദ്ദേഹം ആ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ആ കാൽവരി കുരിശിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ഒരു കരം അസീസിയിലെ ഫ്രാൻസിസിനെ താങ്ങി ഉയർത്തുന്നു. ഇത് നമ്മുടെയും അനുഭവമാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ നിറയുമ്പോൾ നാം ചെയ്യേണ്ടത് ആ കുരിശിലേക്ക് നാം കൈകൾ ഉയർത്തണം. ക്രൂശിതനായ ക്രിസ്തു നമ്മെയും താങ്ങി നടത്തും, പരിപാലിക്കും, കരുത്ത് നൽകും, കൃപകൾ നൽകി ശക്തിപ്പെടുത്തും. വാഴ്ത്തപ്പെട്ട ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ക്രോസ് ഈസ് എ പ്രോബ്ലം ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ എന്ന്. അതായത് കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നതരമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ഉത്തരം. അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ നമുക്കും ആ കുരിശിലേക്ക് കൈകൾ ഉയർത്താം, ആ കുരിശിൽ നിന്ന് കരുത്ത് സ്വന്തമാക്കാം. ലവെർണയിലെ ദേവാലയത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ആ പഞ്ചക്ഷതങ്ങൾ തൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷനായത്. അങ്ങനെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് അത്രയധികം താതാത്മ്യം പ്രാപിച്ച, അനുരൂപണം ചെയ്ത വിശുദ്ധനായിരുന്നു ഫ്രാൻസിസ്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ നിറയുമ്പോൾ ആ ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത് വരാൻ നമുക്കും പരിശ്രമിക്കാം. ഫ്രാൻസിസ് പാപ്പയുടെ വിഖ്യാതമായ ആ സോഷ്യൽ എൻസിക്ലിക്കൽ ഉണ്ടല്ലോ, ഫ്രatelli tutti. 800 വർഷങ്ങൾക്ക് മുൻപ് അസീസിയിലെ ആ ഗ്രാമത്തിൽ, ആ പട്ടണത്തിൽ നിന്ന് ദീർഘമായ ദുർഘടമുള്ള ആ യാത്ര ചെയ്തത് ഈജിപ്തിലെ സുൽത്താൻ കമീലിനെ കാണുവാൻ വേണ്ടിയാണ് അന്ന് ഫ്രാൻസിസ് അസീസി നടത്തിയ യാത്ര. അങ്ങനെ മതത്തിൻ്റെയും എല്ലാ അതിർത്തി വരമ്പുകൾക്കപ്പുറം മറ്റുള്ളവരോട് സ്നേഹം പകരാൻ, സൗഹാർദ്ദത പുലർത്തുവാൻ, അങ്ങനെ വിശ്വാസത്തിനപ്പുറത്തുള്ള ഒരു സൗഹാർദ്ദത എല്ലാവരുമായി പുലർത്തുവാനുള്ള വലിയ മാതൃക ഫ്രാൻസിസ് നമുക്ക് പകർന്നു തരുന്നു. അതാണ് ഫ്രാൻസിസ് പാപ്പയും നമ്മോട് ഫ്രatelli tutti പറഞ്ഞത്: നാം ഓരോരുത്തരും സോദരരാണ്. ആ സോദരർ തമ്മിൽ ഭാഷയുടെയും വിശ്വാസത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ചേരുതിരിവുകൾക്കപ്പുറം ആ മനുഷ്യത്വത്തിൻ്റെ ഒരേ പിതാവിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് സൗഹാർദ്ദതയിൽ ജീവിക്കാനാകണം, സമഭാവനയും സ്നേഹവും പങ്കിടാനാകണം. അസീസിയിലെ ഫ്രാൻസിസ് തരുന്ന വലിയ പ്രചോദനം അതാണ്. മാത്രമല്ല, ദാരിദ്ര്യത്തെ പുൽകിയ ആ വിശുദ്ധൻ നമ്മോട് പറയുക ഒരു ലാളിത്യത്തിന്റെ ജീവിതം നയിക്കാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിറയുന്ന കാരുണ്യവും വിനീത ഭാവവുമാണ്. ഫ്രാൻസിസ് പാപ്പ നമുക്ക് മറ്റൊരു പ്രചോദനാത്മകമായ പ്രബോധനം നൽകിയിരുന്നു: ലൗദാത്തോ സി. പിന്നീട് അദ്ദേഹം 2023 ഒക്ടോബറിലാണ് ലൗദാത്തോ ദേവും എന്ന മറ്റൊരു പ്രബോധനം കൂടെ നൽകിയത്. ടു പ്രൊട്ടക്ട് ദിസ് കോമൺ ഹോം, നമ്മുടെ ഈ പുതുഭവനം സംരക്ഷിക്കുവാൻ. പ്രത്യേകിച്ച് കാൻറ്റിക്കിൾ ഓഫ് ക്രിയേഷന്റെ 800-ാം വർഷം, ഈ സൃഷ്ടിയുടെ സ്തുതിഗീതത്തിന്റെ 8 നൂറ്റാണ്ട് നാം പിന്നിടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം സംരക്ഷിക്കുവാൻ, ഹരിതാഭ നിറഞ്ഞ ചുറ്റുപാട് കൂടുതൽ സംരക്ഷിക്കാൻ, അങ്ങനെ അടുത്ത തലമുറയ്ക്ക് മനോഹരമായ ഒരു ഭൂമി, ഒരു പ്രപഞ്ചം കൈമാറാനുള്ള ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇത് നമ്മുടെ ഈ പൊതുഭവനം പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിലേക്കാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മെ ക്ഷണിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് അസീസിയിലെ ഫ്രാൻസിസിന്റെ 800-ാം വാർഷികത്തിന്റെ അവസരത്തിൽ, നമുക്ക് ജീവിതത്തിൽ വരുന്ന കുരിശുകളും സങ്കടങ്ങളും സഹനങ്ങളും ആ കുരിശിലേക്ക് കൈകളുയർത്തി ആ കുരിശിൽ നിന്നുള്ള കൃപയും കരുത്തും സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. എല്ലാവരോടും സ്നേഹത്തോടും സമഭാവനയോടും ജീവിക്കാം. കൂടുതൽ ലാളിത്യത്തിലുള്ള ഒരു ജീവിതം, പ്രത്യേകിച്ച് ദാരിദ്ര്യത്തിന്റെ ഒരു അരൂപി പുൽകിക്കൊണ്ട്
ഈ ധാരാളിത്തത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ ലാളിത്യമാർന്ന ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം സംരക്ഷിക്കാൻ നമുക്കും പ്രതിജ്ഞാബദ്ധരാകാം. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജൂബിലി അവസരത്തിൽ നമുക്കങ്ങനെ എല്ലാവിധത്തിലും മറ്റൊരു ക്രിസ്തുവായി മാറാൻ ആ ദർശനത്തിലേക്ക് നടന്നീങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ.